ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1329 ദിവസമായ ഇന്ന് 2025 ജനുവരി മാസം 3-ാം തീയതി വെള്ളിയാഴ്ച. 1200-ാം ആണ്ട് ധനുമാസം 19-ാം തീയതി. ഗുരുവചനങ്ങളിലൂടെ എല്ലാവർക്കും ഹിതവും സത്യമായതും സമഭാവനയോടും കൂടിയതാണ് വാക്കെങ്കിൽ അത് ശുദ്ധമായ വാക്കായിരിക്കും. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ എൻ കുമാരനാശൻ എഴുതിയ ശ്രീനാരായണ ഗുരു ജീവചരിത്രം എന്ന പുസ്തകത്തിലെ 8-ാം അധ്യായത്തിലെ അവസാന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. മദ്രാശി ഹൈക്കോടതി ജഡ്ജി സദാശിവരയ്യർ അവർകൾ തിരുവിതാംകൂറിൽ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ ഒരു വിധി കൽപ്പിച്ചതിൽ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു: ഈഴവ സമുദായത്തിലെ വന്ധ്യനായ ആശാന്റെയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഈഴവ സമാജത്തിൻ്റെയും ഉദ്യമത്താൽ ഏറ്റവും സ്പൃഹണീയമായ പരിഷ്കാരങ്ങൾ, അതായത് ആദ്യകാലത്തെ ഉപയോഗം നശിച്ച് വർദ്ധമാനമായ സമുദായത്തിൻ്റെ സ്ഥിതിക്ക് അനുചിതവും ദോഷകരവുമായ വിധത്തിൽ ശേഷിച്ചിരിക്കുന്ന ഇടക്കാലത്തെ ആചാരങ്ങളെയും നടപടികളെയും നിർത്തൽ ചെയ്യുന്ന ഏർപ്പാട്, നിയമനിർബന്ധം കൂടാതെ തന്നെ ഇപ്പോൾ ഈഴവരുടെ ഇടയിൽ നടന്നു വരുന്നതിനെപ്പറ്റി എനിക്കുള്ള സന്തോഷത്തെ പ്രസ്താവിക്കുന്നത് ക്ഷന്തവ്യമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ശീഘ്രത്തിൽ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ബഹുഭാര്യത്തെയും ബഹുഭർത്തൃത്വത്തെയും ഇപ്പോൾ അർത്ഥശൂന്യമായി തീർന്നിരിക്കുന്ന താലികെട്ട് അല്ലെങ്കിൽ മിന്നുകെട്ട് കല്യാണത്തെയും മറ്റുമാണ് ഞാൻ പ്രത്യേകം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ മിന്നുകെട്ടുകൊണ്ട് വിവാഹം കഴിയാതെ അമ്മയുടെ വീട്ടിൽ താമസിക്കുന്ന പെൺകുട്ടിയുടെ ബ്രഹ്മചര്യാഭംഗത്തിൽ സമുദായം കടാക്ഷിക്കുകയാണ്. ഇതിൽ നിന്ന് സ്വാമിയുടെ ആചാരപരിഷ്കരണ സംബന്ധമായ ഏർപ്പാടുകൾക്ക് സിദ്ധിച്ചിട്ടുള്ള വിദ്വത്സമ്മതിയും അഭിനന്ദനവും വെളിവാകുന്നതാണ്. ഈ കാലത്തും സ്വാമി സാഹിത്യ സംബന്ധമായ ശ്രമങ്ങളിൽ നിന്ന് വിരമിച്ചിരുന്നില്ല. സ്വാമിയുടെ പരിപക്വമായ ജ്ഞാനാനന്ദ അനുഭൂതികളെ സംഗ്രഹിച്ചെഴുതിയിട്ടുള്ള ആത്മോപദേശ ശതകം എന്ന മണിപ്രവാള പദ്യഗ്രന്ഥം പുറത്തു വന്നത് ഈ അവസരത്തിലാണ്. അയലു തഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരനാചരിച്ചിടേണം. അവരവരാത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരൻ്റെ സുഖത്തിനായി വരേണം. പലമത സാരവുമേകമെന്ന് പാരാതുലകിലൊരാനയിലന്ധനെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാരലവത് കണ്ടലയാതിരുന്നിടേണം എന്നിങ്ങനെയുള്ള തത്വരത്നങ്ങൾ ആ മണിപ്രവാള മാലയിൽ ധാരാളമാണ്. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.